എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം. ശ്രീ വിശ്വ വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അശ്വതി നക്ഷത്രം, മേടം രാശി, പുരുഷയോനി, ദേവതാഗണം, പക്ഷി പുള്ള്, വൃക്ഷം കാഞ്ഞിരം, മൃഗം കുതിര, ദേവത അശ്വനി ദേവതകൾ, പഞ്ചഭൂതങ്ങളിൽ ഭൂതം ഭൂമി. മുമ്പൊക്കെ, അതായത് 20 വർഷങ്ങൾക്ക് മുമ്പ് വരേക്കും നക്ഷത്രം അറിഞ്ഞിരുന്നത് കലണ്ടർ നോക്കിയായിരുന്നു. ജനിച്ച ദിവസത്തെ കലണ്ടർ നോക്കി നക്ഷത്രം ഓർത്തു വയ്ക്കുമായിരുന്നു. കല്യാണത്തിനായി ജ്യോതിഷൻ്റെ അടുത്ത് എത്തുമ്പോഴാണ് മനസ്സിലാകുന്നത് അശ്വതി നക്ഷത്രമല്ല, ഭരണിയാണെന്നോ അല്ലെങ്കിൽ രേവതിയായിരുന്നോ എന്നോ അറിയുന്നത്. അപ്പോഴാണ് ദുഃഖം വരുന്നത്, ഇത്രയും നാൾ ക്ഷേത്രത്തിൽ വഴിപാട് കഴിച്ചതെല്ലാം വെറുതെയായല്ലോ എന്ന്. നിങ്ങൾക്കും ഇതുപോലെ ഉണ്ടായിട്ടുണ്ടോ? ശരി, ഇനി വിഷയത്തിലേക്ക് വരാം. അശ്വതി നക്ഷത്രക്കാരുടെ പൊതു സ്വഭാവ സവിശേഷതകൾ, അശ്വതി നക്ഷത്രക്കാരികളുടെ സ്വഭാവ സവിശേഷതകൾ, അശ്വതി നക്ഷത്രക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഭാഗ്യനിറം, ഭാഗ്യരത്നങ്ങൾ, അവർക്ക് ചേരാത്ത നക്ഷത്രങ്ങൾ ഏതെല്ലാം എന്നിവയെ പറ്റിയാണ് ഈ അധ്യായത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നത്. അശ്വതി നക്ഷത്രക്കാർ ശ്രദ്ധയോടെ മുഴുവനും കേൾക്കുക. ആദ്യം അശ്വതി നക്ഷത്രക്കാരുടെ ചില സ്വഭാവ സവിശേഷതകൾ പറയാം. അശ്വതി നക്ഷത്രക്കാർ സ്വന്തം അഭിപ്രായമനുസരിച്ചേ പെരുമാറുകയുള്ളൂ. മറ്റുള്ളവരുടെ എതിരഭിപ്രായം ഇവർ ഒട്ടും ഇഷ്ടപ്പെടുകയില്ല. സൗകര്യപ്പെട്ടാൽ എതിർക്കുകയും ചെയ്യും. എതിർക്കുന്ന സ്വഭാവക്കാരായതിനാൽ എതിർപ്പ് പ്രകടിപ്പിക്കുമ്പോൾ രൂക്ഷവും പൗരുഷമായ ഭാഷ ഉപയോഗിക്കാനും പ്രയോഗിക്കാനും ചിലപ്പോൾ മടിക്കില്ല. സ്വന്തം അഭിപ്രായത്തിൽ എതിരഭിപ്രായം പറയുന്ന വ്യക്തിയുടെ സ്ഥാനമോ നിലയോ ഇവർ നോക്കാറില്ല. അസഭ്യമായ ഭാഷയും പ്രയോഗിച്ചെന്ന് വരാം. തൻ്റെ മുന്നേറ്റവും തൻ്റെ അഭിപ്രായം സ്ഥാപിക്കലുമായിരിക്കും അപ്പോഴവരുടെ ലക്ഷ്യം. അശ്വതി നക്ഷത്രക്കാർക്ക് സ്വന്തം കഴിവുകളെപ്പറ്റി അവർക്ക് തന്നെ വലിയ മതിപ്പാണ്. മറ്റുള്ളവരെ സഹായിക്കുന്ന കാര്യത്തിൽ വളരെ തൽപരരാണ്. അതിൽ അവർ സന്തോഷിക്കുകയും ചെയ്യും. സഹായം തേടി വരുന്നവരെ അവർക്ക് സ്വന്തം കാര്യങ്ങൾ മറന്ന് പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ കൊടുക്കുവാനും ഇവർ സന്നദ്ധരായിരിക്കും. അതുകൊണ്ട് തന്നെ ഇവരെ മുതലെടുക്കാനും ആളുകളുണ്ടാകും. ഇത് അശ്വതി നക്ഷത്രക്കാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഈ മുതലെടുക്കുന്നവർ കൃതജ്ഞതയും കാണിക്കും. മനസ്സിലായെന്ന് കരുതുന്നു. അശ്വതി നക്ഷത്രക്കാർക്ക് പ്രാചീന സിദ്ധാന്തങ്ങളോട് വലിയ മതിപ്പായിരിക്കും. അതായത് പുരാണങ്ങൾ, അതുപോലെ വാസ്തുശാസ്ത്രം, ജ്യോതിഷം, ഹസ്തരേഖാശാസ്ത്രം തുടങ്ങിയവയിൽ നല്ല വിശ്വാസമായിരിക്കും. എന്നാൽ അവയ്ക്കെല്ലാം നവീന വ്യാഖ്യാനങ്ങൾ നൽകിയേ അവയെ സ്വീകരിക്കും. അതായത് അന്ധവിശ്വാസികൾ ആകാറില്ല. അശ്വതി നക്ഷത്രക്കാർക്ക് വിശപ്പും ദാഹവും സഹിക്കുന്നതിൽ ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. ഇവർ പിത്ത സ്വഭാവക്കാരായതുകൊണ്ട് പാചനശക്തി കൂടുതലായിരിക്കും. എന്നിരുന്നാലും ഒറ്റയടിക്ക് ഒരുപാട് ഭക്ഷണം കഴിക്കുകയില്ല. ഇടയ്ക്കിടയ്ക്ക് അല്പാൽപം ഭക്ഷണം കഴിക്കുന്നതാണ് ഇവർക്ക് ഇഷ്ടം. ഇവർക്ക് മധുരത്തെക്കാളും എരിവും പുളിയോടുമാണ് താല്പര്യം കൂടുതൽ ഉണ്ടാകുക. അശ്വതി നക്ഷത്രക്കാർക്ക് തണുപ്പിനോട് കൂടുതൽ താല്പര്യമുണ്ടായിരിക്കും. അതുകൊണ്ട് ഇവർ കുടിക്കാനും കുളിക്കാനും ചൂടുവെള്ളം ഇഷ്ടപ്പെടുകയില്ല. അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർ അലങ്കാരങ്ങൾ ആഗ്രഹിക്കുന്നവരും സൗന്ദര്യമുള്ളവരും അതുപോലെ സൗന്ദര്യ ആരാധകരുമായിരിക്കും. അശ്വതി നക്ഷത്രക്കാർ കുടുംബത്തിൽ മുൻകോപികളായും വെളിയിൽ വളരെ സൗമ്യരായും പെരുമാറും. ആത്മവിശ്വാസം കൂടിയവരാണ് അശ്വതി നക്ഷത്രക്കാർ. പ്രേമ കാര്യങ്ങളിൽ ഇവർ അസാധാരണമായ ധൈര്യം പ്രകടിപ്പിക്കും. പരാജയം എന്നത് ഇവരെ ബാധിക്കുന്ന കാര്യമായിരിക്കില്ല. സ്വന്തം കഴിവുകൊണ്ടായിരിക്കും ഇവർ ഉയരത്തിലെത്താൻ ശ്രമിക്കുക. സ്വന്തം ക്ലേശങ്ങൾ, അത് കുടുംബത്തിൻ്റെ പ്രശ്നങ്ങളായാലും സ്വന്തം പ്രശ്നങ്ങളായാലും തന്നിൽ മാത്രം ഒതുക്കി നിർത്തുന്ന സ്വഭാവക്കാരായിരിക്കും. അവരുടെ പ്രശ്നങ്ങൾ അവരുടെ ഭാര്യമാർ പോലും അറിഞ്ഞെന്ന് വരില്ല. അശ്വതി നക്ഷത്രക്കാർ ലൈംഗികതയോട് അമിത താല്പര്യം കാണിക്കുന്നവരായി ഭൂരിഭാഗം കാണുന്നു. അതുകൊണ്ട് തന്നെ ഇവർക്ക് വഴിവിട്ട ബന്ധങ്ങളും ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ്. അശ്വതി നക്ഷത്രക്കാർ മറ്റുള്ളവരെ ഉപദേശിക്കുന്ന കാര്യത്തിൽ വലിയ താല്പര്യമുള്ളവരാണ്. ആളുകൾ ഇവരുടെ ഉപദേശങ്ങൾ പലതും കേൾക്കുകയും ചെയ്യും. കാരണം ഇവരുടെ പെരുമാറ്റത്തിൽ ഒരു വശ്യതയും കണ്ണുകൾക്ക് ഒരു പ്രത്യേക ആകർഷണവും ആഠിത്യം നിറഞ്ഞ പെരുമാറ്റവും ഇവയൊക്കെ ഉള്ളവരായിരിക്കും. ഒരു നേതൃസ്ഥാനത്ത് ഉയർന്നു വരാൻ അശ്വതി നക്ഷത്രക്കാർക്ക് കഴിയും. അശ്വതി നക്ഷത്രക്കാർ പൊതുവെ പിശുക്കരായി കാണാം. എങ്കിലും തൻ്റെ അഭിമാനത്തിൻ്റെ പേരിൽ
അവർ പണത്തെ ചെലവഴിക്കുന്നതായും കാണാം. അതുപോലെ ആഡംബരത്തിനും സുഖലോലുപത്തിനും ആയും ഇവർ പണത്തെ ചിലവഴിക്കും. അശ്വതി നക്ഷത്രക്കാരെ സദാ കർമ്മനിരതരായി കാണാം. സമയത്തെ പാഴാക്കുന്നത് ഇവർക്ക് ഒട്ടും ഇഷ്ടമുള്ള കാര്യമല്ല. ഇതൊക്കെയാണ് അശ്വതി നക്ഷത്രക്കാരുടെ പൊതു സ്വഭാവങ്ങൾ. ഇനി അശ്വതി നക്ഷത്രക്കാർ അറിഞ്ഞിരിക്കേണ്ട മറ്റു ചില കാര്യങ്ങൾ കൂടി പറയാം. അശ്വതി നക്ഷത്രക്കാർക്ക് കാർത്തിക, മകയിരം, പുണർദം, വിശാഖ നക്ഷത്രത്തിൻ്റെ 4-ാം പാദം, അനിഴം, തൃക്കേട്ട എന്നീ ദിവസങ്ങളിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നത് ഒഴിവാക്കണം. അതുപോലെ ഈ പറഞ്ഞ നക്ഷത്രങ്ങളുമായി എല്ലാത്തരം ഇടപാടുകളും, അതായത് വിവാഹം, കൂട്ടുവ്യവസായം ഇവയെല്ലാം ഒഴിവാക്കേണ്ടതാണ്. അശ്വതി നക്ഷത്രക്കാർ ഈ നക്ഷത്രക്കാരുമായി സൂക്ഷിച്ച് ഇടപെടുക. അശ്വതി നക്ഷത്രക്കാർക്ക് വജ്രം ധരിക്കുന്നത് ഒരിക്കലും ശുഭമായിരിക്കില്ല. അനുകൂലമായ രത്നം വൈഡൂര്യമാണ്. ഈ സമയം അശ്വതി നക്ഷത്രക്കാർക്ക് ഏത് രത്നമാണ് അനുയോജ്യമെന്ന് നല്ല ഒരു ജ്യോതിഷനെ കണ്ട് വിലയിരുത്തുക. അശ്വതി നക്ഷത്രക്കാർക്ക് അനുയോജ്യമായ നിറം ചുവപ്പാണ്. അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ആരംഭ ദിശ കേതുദശയാണ്. ഇത് 7 വർഷം, പിന്നെ 20 വർഷം ശുക്രദശ, പിന്നെ സൂര്യദശ 6 വർഷം, പിന്നെ ചന്ദ്രദശ 10 വർഷം, പിന്നെ കുജദശ 7 വർഷം, പിന്നെ രാഹുദശ 18 വർഷം, പിന്നെ വ്യാഴദശ 16 വർഷം, പിന്നെ ശനിദശ 19 വർഷം, പിന്നെ ബുധദശ 17 വർഷം. അടുത്തതായി അശ്വതി നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകളുടെ സ്വഭാവ സവിശേഷതകൾ കൂടി നോക്കാം. അശ്വതിയിൽ പിറന്ന അച്ചി എന്നൊരു ചൊല്ലുവരെയുണ്ട്. അശ്വതിയിൽ പിറന്ന പുരുഷന്മാരെക്കാളും മെച്ചമുള്ളതാണ് അശ്വതി നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകളുടെ ജീവിതം. തീർച്ചയായും ഇത് ശരിയായ കാര്യം തന്നെയാണ്. ആർക്കും ചെയ്യാനാവാത്ത കാര്യങ്ങളെ ധൈര്യപൂർവ്വം തൻ്റെയിടത്തോടെ മത്സരബുദ്ധിയോടെ ഏറ്റെടുക്കുകയും അത് കുറഞ്ഞ ധനവും സമയവും കൊണ്ട് ഭംഗിയായി ചെയ്തു തീർക്കുവാൻ കഴിവുള്ളവരുമാണ് അശ്വതി നക്ഷത്രക്കാരികൾ. മറ്റുള്ളവരുടെ ഉപദേശം സ്വീകരിക്കാൻ മടി കാണിക്കുന്ന പ്രകൃതക്കാരായിരിക്കും അശ്വത നക്ഷത്ര ജാതകൾ. ഭവനത്തിലെ എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്ത് കഠിനാധ്വാനം ചെയ്യുന്ന ഇവർ മക്കളുടെ കാര്യമായാലും ഭർത്താവിൻ്റെ കാര്യമായാലും ഒരു വിട്ടുവീഴ്ചയും ചെയ്യില്ല. അതുകൊണ്ട് തന്നെ അശ്വതി നക്ഷത്രക്കാരികളുടെ മക്കളും ഭർത്താവും ഭാഗ്യമുള്ളവരായിരിക്കും. സ്നേഹം കൊണ്ടും വാത്സല്യം കൊണ്ടും മാത്രമേ ഇവരിൽ നിന്നും കാര്യം സാധിച്ചെടുക്കാൻ പറ്റുകയുള്ളൂ. ഗൃഹാന്തരീക്ഷത്തിലും ഭക്ഷണ കാര്യത്തിലും തൻ്റേതായ ഒരു ചിട്ട ഉണ്ടായിരിക്കും ഇവർക്ക്. അല്പം ആലസ്യമുള്ളവരായും ഇവരെ കാണാം. കൂടാതെ മുൻകോപവും ശാഠ്യവും. അശ്വതി നക്ഷത്രക്കാരികൾ പൊതുവെ ആലോചിച്ച് കാശ് ചെലവാക്കുന്നവരാണ്. പക്ഷേ ചില സമയത്ത് ധാരാളിയായി മാറും. ചിലപ്പോൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്കായി പണം ചെലവഴിച്ചു എന്ന് വരാം. അനാവശ്യമായി മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെട്ട് സ്വയം പ്രശ്നങ്ങളിൽ അകപ്പെട്ടു പോകാറുമുണ്ട്. അശ്വതി നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം കൂടുതൽ ആഗ്രഹിക്കുന്നവരായി കാണാം. പുരുഷന്മാരോട് ഇടപെടുന്ന കാര്യത്തിൽ അമിത സ്വാതന്ത്ര്യം എടുക്കാറുണ്ട്. ഇവർക്ക് ഇതുമൂലം പ്രശ്നങ്ങൾ വരാറുമുണ്ട്. കുടുംബത്തിൽ ഒരു അശ്വതി നക്ഷത്രക്കാരി ഉണ്ടായാൽ അവൾക്കായിരിക്കും മറ്റുള്ളവരെക്കാളും കൂടുതൽ ധൈര്യമെന്ന് തോന്നിപ്പോകും. അശ്വതി നക്ഷത്രക്കാരികൾക്ക് പൊതുവെ ലൈംഗികതയിൽ താല്പര്യം കൂടുതലായിരിക്കും. ലൈംഗികതയിൽ സംതൃപ്തി വരുത്താൻ പങ്കാളിക്ക് കഴിഞ്ഞാൽ അവരുടെ അടിമയായി മാറും. ഓർമ്മശക്തിയും നല്ല ചൈതന്യമുള്ള കണ്ണുകളും പ്രശാന്ത സുന്ദര മുഖഭാവവുമുള്ളവരായിരിക്കും അശ്വതി നക്ഷത്രക്കാരികൾ. എടുത്തുചാടുന്ന സ്വഭാവം ഇവർക്കുണ്ടാകില്ല. എന്നാൽ ഇവർ ആലോചിക്കാതെ എടുക്കുന്ന തീരുമാനമായാലും അതിൽ നിന്ന് പിന്മാറാൻ അശ്വതി നക്ഷത്രക്കാരികൾക്ക് എളുപ്പം സാധിക്കാറില്ല. അതിൽ നിന്ന് എത്ര കഷ്ടപ്പാട് വന്നാലും അവർ സഹിക്കും. കണ്ടാൽ ശാന്ത സ്വഭാവക്കാരിയായി തോന്നും. എങ്കിലും അനുനയിപ്പിക്കുക അത്ര എളുപ്പമായിരിക്കില്ല. അശ്വതി നക്ഷത്രക്കാരികൾ ആരെങ്കിലും സ്നേഹിച്ചു കഴിഞ്ഞാൽ അവർക്ക് എന്തെല്ലാം പ്രശ്നം വന്നാലും അവരെ വിട്ടൊഴിയുകയില്ല. എത്ര വലിയ പ്രശ്നങ്ങൾ വന്നാലും ശാന്ത സ്വഭാവം കാണിക്കുന്ന അശ്വതി നക്ഷത്രക്കാരികളെ കണ്ടാൽ അത്ഭുതമായി തോന്നും. ഇനി അടുത്തതായി അശ്വതി നക്ഷത്രക്കാർ, അത് സ്ത്രീയായാലും പുരുഷനായാലും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയെന്ന് പറയാം. ഇക്കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ അശ്വതി നക്ഷത്രക്കാർക്ക് വിജയം സുനിശ്ചിതം. എതിർലിംഗക്കാർ സ്വാഭാവികമായി അശ്വതി നക്ഷത്രക്കാരിൽ ആകൃഷ്ടരാകും. ലൈംഗിക സുഖാസക്തി മുന്നോട്ട് നിൽക്കുകയും ചെയ്യും. അല്പം ലഹരിപ്രിയവും കാണാം. ഈ ദൗർബല്യങ്ങൾ നിയന്ത്രണാതീതമാകാൻ ഇടയുള്ളതുകൊണ്ട് ഇക്കാര്യങ്ങളിൽ
നിയന്ത്രണവും സംയമനവും പാലിക്കണം. അല്ല എങ്കിൽ ജീവിതം താറുമാറാകും. അടുത്തത്, പണം കൈകാര്യം ചെയ്യുന്ന കാര്യത്തിൽ വളരെ ശ്രദ്ധ വേണം. അധികാരം കയ്യിലുള്ളവരായ അശ്വതി നക്ഷത്രക്കാരിൽ നേരത്തെ പറഞ്ഞ ദൗർബല്യങ്ങളെ മുതലെടുക്കാൻ ദുഷ്ടബുദ്ധികളും സ്വാർത്ഥികളായ കീഴ്ജീവനക്കാരും ഇടപാടുകാരും ശ്രമിക്കും. അതുകൊണ്ട് കരുതിയിരിക്കുക. ഇനി അശ്വതി നാളിൽ ചെയ്യാൻ പറ്റിയ ചില കാര്യങ്ങൾ കൂടി പറയാം. ഉപനയനം, ആഭരണധാരണം, ക്ഷൗരം, ശ്രീമന്തം, സാധനങ്ങൾ വാങ്ങൽ എന്നാൽ സാധനങ്ങൾ വിൽക്കാൻ നല്ലതല്ല, വൃക്ഷം നടൽ, വിദ്യാരംഭം, കടം കൊടുക്കൽ, കടം വാങ്ങാൻ അശ്വതി നക്ഷത്രം നല്ലതല്ല, ശ്രാദ്ധം, ജോലിയിൽ പ്രവേശിക്കൽ, അധികാരികളെ കാണൽ, വഴിവെട്ടൽ, ഇക്കാര്യങ്ങൾ ചെയ്യാൻ നല്ല നാളാണ് അശ്വതി നാൾ. അശ്വതി നക്ഷത്രത്തിൽ കളഞ്ഞുപോയ സാധനങ്ങൾ തിരിച്ചു ലഭിക്കാൻ വളരെ പ്രയാസമായിരിക്കും. പ്രിയരെ, ഈ അധ്യായത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് എന്നെ അറിയിക്കാനും നിങ്ങളുടെ ഇഷ്ടദേവൻ്റെ പേര് കമൻറ്റ് ബോക്സിൽ എഴുതാനും മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ഈ ചാനലിലെ പഴയ വീഡിയോകളും കാണാൻ ശ്രമിക്കുക. പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ സത്യസന്ധമായ യഥാർത്ഥ വാസ്തുവിദ്യ രഹസ്യങ്ങളും സനാതന ധർമ്മത്തിലെ സാധന, ഉപാസന, മന്ത്രരഹസ്യങ്ങളും ഹസ്തരേഖ വിജ്ഞാനവും സാമുദ്രിക ശാസ്ത്ര രഹസ്യങ്ങളും അറിയാനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്കെല്ലാവർക്കും സർവേശ്വരൻ്റെ അനുഗ്രഹം ലഭിക്കാനായി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.